തിരുവനന്തപുരം നഗരത്തിൽ ഒരു രാത്രി. മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. കോളേജിൽ നിന്ന് വൈകിയെത്തിയ വിദ്യാർത്ഥിനിയാണ് അനു. വീട്ടിലെത്തി ബാഗ് വെച്ച് ഫോൺ നോക്കുമ്പോൾ ഒരു മിസ് കോൾ. അൺനോൺ നമ്പർ എന്ന് തെളിഞ്ഞു. അവൾ തിരിച്ച് കോൾ ചെയ്തെങ്കിലും മറുപടിയില്ല. ചില സെക്കൻഡുകൾക്ക് ശേഷം ഒരു വോയിസ് മെസ്സേജ് വന്നു. "നീ വീട്ടിൽ ഒറ്റയ്ക്കല്ല." അനുവിൻ്റെ ഹൃദയം നിലച്ചു. അവൾ പിന്നിൽ നോക്കിയപ്പോൾ ഒന്നുമില്ല. ഭയം മാറ്റുവാനായി ടി വി ഓണാക്കി. പക്ഷേ ടി വി ഓണാക്കുന്ന സമയത്ത് തന്നെ വൈദ്യുതി പോയി. അനു ടോർച്ചെടുത്ത് വീട്ടിനുള്ളിൽ നോക്കി തുടങ്ങി. എല്ലാ വാതിലുകളും അടച്ചിട്ടിരുന്നു. എന്നാൽ അടുക്കളയിലെ ജനൽ തുറന്നിരിക്കുന്നു. ടോർച്ചിന്റെ വെളിച്ചത്തിൽ അവൾ കണ്ടത് നനഞ്ഞ ചെരുപ്പിന്റെ അടയാളങ്ങൾ അടുക്കളയിൽ നിന്നും മുറിയിലേക്ക് പോകുന്നു. അവൾ ഭീതിയിൽ പോലീസ് നമ്പർ ഡയൽ ചെയ്തു. പക്ഷേ അത്ഭുതകരമായി ആ നമ്പറിൽ നിന്ന് തന്നെ വീണ്ടും ഒരു കോളെത്തി. പോലീസ് വരില്ല. കാരണം ഞാൻ തന്നെയാണ് പോലീസിലെ ഒരാൾ. അവൾ വിറച്ചു. അതെങ്ങനെ? ഫോൺ ലൈനിന്റെ മറുവശത്ത് വലിയൊരു ചിരി. "നിന്റെ അച്ഛൻ അന്വേഷിച്ചിരുന്ന കേസാണ് ഞാൻ മറച്ചു വച്ചത്. നീ അത് പുറത്തു കൊണ്ടുവരുവാൻ പാടില്ല." അനുവിന്റെ അച്ഛൻ മുൻപ് ഒരു ഇൻസ്പെക്ടറായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു കൊലക്കേസ് അന്വേഷിക്കുന്നതിന്റെ ഇടയിൽ മരിച്ചു. അനു ഭയന്നുകൊണ്ട് മുറിയിൽ ഒളിച്ചു. മൊബൈൽ റെക്കോർഡ് മോഡിൽ വെച്ച് ഫോൺ സ്പീക്കറിൽ സംസാരിച്ചു. അവൾ ധൈര്യം കൂട്ടി ചോദിച്ചു, "നിങ്ങൾ എൻ്റെ അച്ഛൻ്റെ മരണത്തിന് പിന്നിലുണ്ടോ?" കോളിൽ നിന്നുള്ള മറുപടി, "അതെ. അവൻ കണ്ടെത്താൻ ശ്രമിച്ച കൊലയാളി ഞാനാണ്. ഇപ്പോൾ നീയും എൻ്റെ രഹസ്യം അറിഞ്ഞു. ഇനി നിന്നെ ജീവിക്കുവാൻ ഞാൻ അനുവദിക്കില്ല." അപ്പോൾ തന്നെ പുറത്തുനിന്നും ആരോ വാതിൽ തകർത്ത് വിളിച്ചു. അനു ഉറക്കെ നിലവിളിച്ചു. വാതിൽ തുറന്ന് അകത്തു കടന്നത് യഥാർത്ഥ പോലീസ് സംഘമായിരുന്നു. കാരണം അനു റെക്കോർഡ് ചെയ്ത കോളിന്റെ ശബ്ദം തത്സമയം ഓൺലൈൻ ഷെയർ ചെയ്തിരുന്നു. സുഹൃത്തുക്കൾ അത് കണ്ട് പോലീസിനെ വിവരം അറിയിച്ചു. അകത്തു കടന്ന പോലീസുകാർ അടുക്കളയിൽ ഒളിച്ചിരുന്ന ആളെ പിടിച്ചു. അവൻ അച്ഛൻ്റെ പഴയ സഹപ്രവർത്തകനായിരുന്ന സബ് ഇൻസ്പെക്ടറായിരുന്നു. അനുവിൻ്റെ അച്ഛനെ കൊന്നതും കേസ് അടച്ചുപൂട്ടുവാൻ ശ്രമിച്ചതും അയാളായിരുന്നു. അനു കണ്ണീരോടെ പോലീസിനെ നോക്കി പറഞ്ഞു, "എൻ്റെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടി."